ഈശോ മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രേക്ഷിത കമ്മ്യൂണിക്കേഷന്റെ വചന വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പശ്ചാത്താപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിലൂടെ ചലിച്ച് ക്രൂശിതനായ ക്രിസ്തുവിന്റെ പാതയിലൂടെ അനുധാവനം ചെയ്ത് ക്രൂശിതനെ പിന്നാലെ പോയിക്കൊണ്ട് കുരിശു ജീവിതത്തിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് തിരുസഭ മാതാവ് നമ്മുടെ ഈ നോമ്പുകാലത്ത് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് നൊയമ്പിലെ 6ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും ജീവിതത്തെ പരിവർത്തനം ചെയ്യാനായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ വചനമാകും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. നല്ല ഇടയനെ പറ്റി പറയുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിൽ തിരുസഭ മാതാവ് ഇന്ന് വരച്ചു കാണിക്കുക. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മികതയും അതുപോലെ തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയും ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട് തിരുസഭ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന 50 പുണ്യദിനങ്ങളാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാവുന്നതുപോലെ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഈശോ നമ്മോട് അരുൾ ചെയ്തിട്ടുണ്ട്, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരുമെന്ന്. ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ച് ഈ നോമ്പുകാലത്ത് ഈ 50 പുണ്യദിനങ്ങളിലൂടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യസ്ഥതയുണ്ട്. അതാണ് തിരുസഭ മാതാവ് നമ്മെ പഠിപ്പിക്കുക. പ്രകൃതിയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം, പൂക്കൾ പൂക്കുന്ന കാലത്തെ നാം പൂക്കാലം എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തില് പുണ്യങ്ങൾ പൂക്കുന്ന കാലമാണ് ഈ നോമ്പുകാലം. അതേ പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങൾ പൂക്കുന്ന കാലം നോമ്പുകാലം. യേശു തന്റെ അജഗണങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ഇടയനാണ്, ഞാനാണ് ജീവനും പുനരുദ്ധാനം എന്നൊക്കെ. ഇതില് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക ഞാൻ ഇടയനാണ് എന്ന് പറഞ്ഞ വചനത്തെ കുറിച്ചാണ്. അത് പ്രിയപ്പെട്ടവരെ, ഈശോ നല്ല ഇടയനാണെന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു നല്ല ഇടയനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക ഒരുപക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചനായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ രൂപതയുടെ അധ്യക്ഷനായ മെത്രാനച്ചനായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സാർവത്രികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ പിതാവിനെ നമുക്ക് ഇടയനായിട്ട് കണക്കാക്കാം. ഇവര് 3 പേര് നമ്മുടെ ഇടയന്മാർ തന്നെയാണ് ഒരു തരത്തില്. അതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ ഒരു ഭവനത്തിന്റെ ഇടയനാണ്, ഒരു വീട്ടമ്മ ആ ഭവനത്തിന്റെ ഇടയനാണ്. ഇതുപോലെ ഒരു ക്ലാസ്സിലെ ലീഡർ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയനാണ്. ഇതുപോലെ ഒരു പ്രിൻസിപ്പൽ ആ വിദ്യാലയത്തിലെ എല്ലാവരുടെയും ഇടയനാണ്. ഇതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിലെ അധികാരി തന്റെ കീഴിലുള്ള ആ സ്ഥാപനത്തിലെ എല്ലാവരുടെയും ഇടയന്മാരാണ്. എപ്രകാരമായിരിക്കണം ഒരു ഇടയനെന്ന് ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഞാനും നിങ്ങളും ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇടയനാണ് എന്നുള്ള വസ്തുതയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുക. അതനുസരിച്ച് വേണം ഞാനും നിങ്ങളും എവിടെയൊക്കെ ആയിരിക്കുന്നുവോ, ഏതെല്ലാം സമൂഹത്തിലായിരിക്കുന്നുവോ അവിടെയൊക്കെ ഇടയധർമ്മം നിർവഹിക്കുവാനായിട്ട്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഒരു നല്ല ഇടയൻ ആരാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. അവൻ അവർക്ക് വേണ്ടി സുഭിക്ഷമായ ഭക്ഷണവും ജലവും നൽകുന്നു. അവയെ പേര് ചൊല്ലി വിളിക്കുന്നു, അവയെ വ്യക്തിപരമായിട്ട് അറിയുന്നു, അവയെ സംരക്ഷിക്കുന്നു. തന്റെ അജഗണത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ മുറിവേറ്റാൽ അവയെ പരിരക്ഷിക്കുകയും അവയെ ആശ്വസിപ്പിച്ച് തന്നെ തോളിലേറ്റുകയും ചെയ്യുന്നു. തന്റെ അജഗണത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. തന്റെ അജഗണത്തിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി തന്റെ അജഗണത്തിലേക്ക് കൊണ്ടുവന്ന് ശാന്തമായ രീതിയിൽ അവരെയും കൂടി തന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നല്ല ഇടയന്റെ ഉപമയാണ്, നല്ല ഇടയന്റെ ചിത്രമാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുക. സ്നേഹമുള്ളവരെ, നല്ല ഇടയൻ അല്ലാത്തവന്റെ ലക്ഷണങ്ങളും ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്. നല്ല ഇടയൻ അല്ലാത്തവൻ, സ്വന്തമായി ആടുകളില്ലാത്തവൻ, കൂലിക്കാരനായവൻ, ആടുകൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഓടി അകലുകയാണ്. ചെന്നായികൾ വരുമ്പോൾ അവൻ ഓടി അകലുന്നു. കാരണം അവന്റെ ലക്ഷ്യം ആടുകളുടെ ജീവനല്ല, മറിച്ച് സ്വന്തം തന്നെ ജീവനാണ്. സ്നേഹമുള്ളവരെ, ഈ സമയത്ത് ഞാൻ ചെറിയ സംഭവം ഓർക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലെ അംബികാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വില്ലേജ് യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവം. ഒരു ബസ് അപകടമാണത്. അംബികാപൂർ ടൗണിൽ നിന്നും ഒരു വില്ലേജിലേക്ക് ഒരു ബസ് യാത്ര മുന്നോട്ട് പോവുകയാണ്. ആ ബസ്സിൽ ഏകദേശം ഒരു 4 മണി 5 മണി ആയ സമയം ആ ബസ്സിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളെ വഹിച്ചുകൊണ്ട് ബസ് മുന്നോട്ട് വില്ലേജ് ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. യാത്ര മധ്യേ ഒരു പാലത്തിന്മേൽ വന്നപ്പോൾ
ഓപ്പോസിറ്റ് നിന്ന് വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാനിരിക്കവേ ബസ് നന്നായി ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചെരിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു, മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ ആ അപകടത്തിൽ ഉണ്ടായിരുന്ന കുറെ പേർക്ക് പരിക്കേറ്റു. ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും ചെറിയ രീതിയിലെല്ലാം പരിക്കുകൾ പറ്റി. പക്ഷേ ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡ്രൈവർ അവിടെ നിന്നും ഓടിപ്പോയി. എന്നാൽ ആ അപകടത്തിൽപ്പെട്ട കണ്ടക്ടർ തനിക്ക് പറ്റിയ പരിക്കുകളൊന്നും പരിഗണിക്കാതെ ആ ബസ് അപകടത്തിൽ പരിക്ക് പറ്റിയ മറ്റു രോഗികളെ അല്ലെങ്കിൽ മറ്റു യാത്രക്കാരെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മകനും സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിൽ ആ ബസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തിന് പരിചയമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ ഏതാനും കുറച്ചു പേരും കൂടിയും ആ ബസ് അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ താൻ രക്ഷപ്പെട്ടതോട് കൂടി തന്നെ തനിക്ക് കിട്ടിയ ആ ആരോഗ്യം വെച്ചുകൊണ്ട് അദ്ദേഹം മറ്റുള്ള തന്റെ മകനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും സ്നേഹിതരെയും രക്ഷിക്കാനായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തില് അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരികയാണ്. കൂലിക്കാരനായ ഡ്രൈവർ അപകടത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടപ്പോൾ അവിടെ നിന്നും സ്വരക്ഷ പ്രമാണിച്ച് അദ്ദേഹം ഓടിപ്പോവുകയാണ്. എന്നാൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹിതന്റെ സ്ഥാനത്ത് നിന്നപ്പോൾ ആ കണ്ടക്ടർക്ക് അവിടെ നിന്നും ഓടിപ്പോകാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സ്നേഹിതർ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളൊക്കെ ആ ബസ് അപകടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ കണ്ടക്ടർ അവിടെ നിന്നും ഓടിപ്പോകാഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു എന്റെ പിതാവാണ്, എന്റെ ഇടയനാണ്, എന്റെ സഹോദരനാണ്. ആ ഒരു ചിന്ത ക്രിസ്തു ഉണ്ടായത് കൊണ്ടാണ് ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുരിശുമരണം ഏറ്റെടുത്തത്. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഞാനും നിങ്ങളും എനിക്കും നിങ്ങൾക്കും കീഴിലുള്ള മറ്റു അംഗങ്ങൾക്ക് വേണ്ടി, അജഗണങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഇടയധർമ്മം എന്നിലൂടെയും നിങ്ങളിലൂടെയും പൂർത്തിയാകുക. അതാണ് ഈ നോമ്പുകാലത്തിലെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക. തിരുസഭ മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക്, ഒരു സ്നേഹിതന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക്, ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക്, ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരിക്കലും തന്റെ അജഗണങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മറന്നുകൊണ്ട് സ്വന്തം താല്പര്യം മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അവർ തങ്ങളുടെ അജഗണങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ നോമ്പുകാലത്തിലൂടെ നമ്മുടെ ക്രിസ്തുവിന്റെ പാതയിലൂടെ ചലിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു അനുഭവമായിരിക്കണം, പാഠമായിരിക്കണം. ക്രിസ്തു എന്ന മഹാ ഇടയന്റെ ജീവിത മാതൃക. ഈ ദിവസങ്ങളിലെ പത്രമാസികളിലും മീഡിയകളിലുമൊക്കെ നാം വായിച്ച് കേൾക്കാറുണ്ട്. അജഗണങ്ങളെ ഊട്ടേണ്ട ഇടയന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാർ അജഗണങ്ങളെ ഊറ്റുന്നവരായിട്ട് മാറുന്നു. പല കുടുംബനാഥന്മാരും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരും അവരെ പരിപോഷിപ്പിക്കേണ്ടവരുമാണ്. പക്ഷെ അവരും പലപ്പോഴും കുടുംബാംഗങ്ങളെ ഊറ്റുന്നവരായിട്ട് മാറുന്നു. അതുപോലെ ജനങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷണം നൽകേണ്ട അധികാരികൾ പലപ്പോഴും ജനങ്ങളെ ഊറ്റുന്നവരായിട്ട് മാറുന്നു. ഇതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന തെറ്റായ രീതി. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഇടയന്മാരുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നല്ല ഇടയന്മാർക്ക് നല്ല അജഗണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ക്രിസ്തു നല്ല ഇടയനായതുപോലെ ആ ഇടയന്റെ സ്ഥാനത്ത് നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നല്ല ഇടയനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ട് അജഗണങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി തീരുവാൻ നല്ലവനായ ദൈവം, നല്ല ഇടയനായ ഈശോ നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പുണ്യങ്ങൾ പൂക്കുന്ന ഈ നോമ്പുകാലത്തില്. നല്ലവനായ ക്രിസ്തുവിന്റെ അനുഗ്രഹം ധാരാളമായി നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.